ആകാശവാണി കോഴിക്കോട്. പൂക്കൂട, കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ എന്ന കൊച്ചു ഗ്രാമത്തിൽ മാമ്പുഴയുടെ ഓരത്തുള്ള ഒരു പ്രൈമറി വിദ്യാലയമാണ് ഒളവണ്ണ ALP സ്കൂൾ. അറിവിൻ മധുരവും കലയുടെയും സംസ്കാരത്തിന്റെയും ബാലപാഠങ്ങളും പകർന്നു നൽകുന്ന ഒളവണ്ണ ALP സ്കൂളിലെ കൊച്ചു കൂട്ടുകാരാണ് ഇന്നത്തെ പൂക്കൂടയിൽ. ആദ്യമായി ഒരു പ്രാർത്ഥന കേൾക്കാം. ചൊല്ലുന്നവർ അഫിൻ, സൈബ റഹനാസ്, നഫീസത്തുൽ മിസ്രിയ. ലോകൈക നായക രക്ഷികനങ്ങളിൽ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങൾത്തെ ശുദ്ധിയിൽ ചിലമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാന്ദ്ര സാഗരമാക്കി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാന്ദ്ര സാഗരമാക്കി. കൈകോർത്ത് യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനേ സൽബുദ്ധിയേകു. ലോകൈക നായക രക്ഷികനങ്ങളിൽ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങൾത്തെ ശുദ്ധി ചിലമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. അടുത്തതായി ഒരു ലളിതഗാനം കേൾക്കാം. ആലപിക്കുന്നത് അഫിൻ N. രചന നമ്മുടെ അധ്യാപകനായ രാകേഷ് മാഷ്. പൂവിരിയും പുലർക്കാലം തേൻ കിണിയും മധുമാസം നീ എൻ്റെ ഉൾപ്പൂവായി വിടരൂ. നീ എൻ്റെ അകത്താരിൽ നിറയൂ. ഓർമ്മകളിൽ നിറസന്ധ്യകളിൽ ഒരു ദീപനാളമായി തെളിയൂ. പൂവിരിയും പുലർക്കാലം തേൻ കിണിയും മധുമാസം നീരദശ്യാമ പങ്കജനേത്രനെ തൊഴുതുവലം വയ്ക്കാനൊരുങ്ങുമ്പോൾ. നീരദശ്യാമ പങ്കജനേത്രനെ തൊഴുതുവലം വയ്ക്കാനൊരുങ്ങുമ്പോൾ ഒരു പൊന്നോട് കുഴലിൻ്റെ നാദമായി രാഗമായി താളമായി നീ അലിഞ്ഞു. അതിൽ ഹംസധ്വനി രാഗം തുളുമ്പി നിന്നു. പൂവിരിയും പുലർക്കാലം തേൻ കിണിയും മധുമാസം കുളിരണിഞ്ഞൊഴുകുന്ന നിളയുടെ കരയിൽ ഒരു മലർത്തിങ്കളായി നീ ഉദിച്ചെങ്കിൽ. കുളിരണിഞ്ഞൊഴുകുന്ന നിളയുടെ കരയിൽ ഒരു മലർത്തിങ്കളായി നീ ഉദിച്ചെങ്കിൽ. പാടി മറന്നൊരാഗാനം നിന്നതരത്തിൽ പനിനീർമഴയായി പെയ്തെങ്കിൽ. അതിൽ കുതിരുന്ന പൂവായി ഞാൻ മാറിയെങ്കിൽ. പൂവിരിയും പുലർക്കാലം തേൻ കിണിയും മധുമാസം നീ എൻ്റെ ഉൾപ്പൂവായി വിടരൂ. നീ എൻ്റെ അകത്താരിൽ നിറയൂ. ഓർമ്മകളിൽ നിറ
നിറസന്ധ്യകളിൽ ഒരു ദീപനാളമായി തെളിയൂ. പൂവിരിയും പുലർക്കാലം തേൻ കിണിയും മധുമാസം. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. അക്ഷരം എന്ന അമൃതിന്റെ മഹത്വം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കഥ നമുക്ക് ആസ്വദിക്കാം. കഥ പറയുന്നത് അദ്വിക പി. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അക്ഷരത്തെറ്റ്. പണ്ട് ശുഗപുരം എന്ന ദേശത്ത് സത്യവ്രതൻ എന്നു പേരുള്ള മഹാപണ്ഡിതനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു, ഇണുങ്ങനും മണുങ്ങനും. ഇണുങ്ങൻ മഹാബുദ്ധിമാനായിരുന്നു, എന്നാ മണുങ്ങനോ ഒരു മണ്ടനും. ഒരു ദിവസം അവർ 2 പേരും യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. യാത്ര പുറപ്പെടുന്ന ശിഷ്യന്മാർക്ക് ഗുരു ഓരോരോ ചെമ്പുതകിടുകൾ നൽകിക്കൊണ്ട് പറഞ്ഞു, കുട്ടികളെ, ഇതൊരു സാധാരണ ചെമ്പുതകിടല്ല, ഇതൊരു മാന്ത്രിക ചെമ്പുതകിടാണ്. ഇതിൽ നിങ്ങൾ എന്തെഴുതിയാലും അത് നിങ്ങൾക്ക് കിട്ടും. അവർ ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം നടന്നു. വല്ലാത്ത ദാഹം. ഇണുങ്ങൻ മണുങ്ങനോട് ചോദിച്ചു, മണുങ്ങ, നമുക്ക് നമ്മുടെ ചെമ്പുതകിടിൽ വെള്ളം എന്നെഴുതിയാലോ? എനിക്ക് പാൽ മതി, മണുങ്ങൻ പറഞ്ഞു. ആദ്യം ഇണുങ്ങൻ തന്റെ ചെമ്പുതകിടിൽ വെള്ളം എന്നെഴുതി. അപ്പോൾ ഒരാൾ ഒരു പാത്രം നിറയെ തണുത്ത ജലവുമായി വന്ന് ഇണുങ്ങന് സമ്മാനിച്ചു. ഇതു കണ്ട മണുങ്ങനോ തന്റെ ചെമ്പുതകിടിൽ പാൽ എന്നെഴുതിയപ്പോൾ അതു വാലിനായി പോയി. അപ്പോൾ ഒരാൾ ഒരു നീണ്ട വാലും ചുമന്നുകൊണ്ടുവന്ന് മണുങ്ങന്റെ പിറകിൽ അങ്ങ് വച്ചു കൊടുത്തു. പാവം മണുങ്ങൻ. അവർ വീണ്ടും കുറെ ദൂരം നടന്നു. നല്ല ചുട്ടുപൊള്ളുന്ന വെയില്. ഇണുങ്ങൻ മണുങ്ങനോട് ചോദിച്ചു, മണുങ്ങ, നമുക്ക് നമ്മുടെ ചെമ്പുതകിടിൽ കുട എന്നെഴുതിയാലോ? മണുങ്ങൻ സമ്മതിച്ചു. ആദ്യം ഇണുങ്ങൻ തന്റെ ചെമ്പുതകിടിൽ കുട എന്നെഴുതി. അപ്പോൾ ഒരാൾ മഴവില്ലിന്റെ നിറമുള്ള ഒരു കുട ഇണുങ്ങന് സമ്മാനിച്ചു. ഇതു കണ്ട മണുങ്ങനോ തന്റെ ചെമ്പുതകിടിൽ കുട എന്നെഴുതിയപ്പോൾ അത് എന്നായിപ്പോയി. അപ്പോൾ ഒരാൾ ഒരു വലിയ കുട്ടയും ചുമന്നുകൊണ്ടുവന്ന് മണുങ്ങന്റെ തലയിൽ അങ്ങ് വച്ചു കൊടുത്തു. പാവം മണുങ്ങൻ. തലയിലാണെങ്കിൽ ഒരു വലിയ കുട്ടയും പിറകിലാണെങ്കിൽ ഒരു നീണ്ട വാലും. അവർ വീണ്ടും കുറെ ദൂരം നടന്നു. വല്ലാത്ത വിശപ്പ്. ഇണുങ്ങൻ മണുങ്ങനോട് ചോദിച്ചു, മണുങ്ങ, നമുക്ക് നമ്മുടെ ചെമ്പുതകിടിൽ ഭക്ഷണം എന്നെഴുതിയാലോ? മണുങ്ങൻ സമ്മതിച്ചു. ആദ്യം ഇണുങ്ങൻ തന്റെ ചെമ്പുതകിടിൽ ഭക്ഷണം എന്നെഴുതി. അപ്പോൾ അവന്റെ മുമ്പിൽ വിവിധ തരം ആഹാര സാധനങ്ങൾ നിരന്നു. ഇതു കണ്ട മണുങ്ങനോ തന്റെ ചെമ്പുതകിടിൽ ഭക്ഷണം എന്നെഴുതിയപ്പോൾ അതു പാഷാണം എന്നായിപ്പോയി. അപ്പോൾ ഒരാൾ കുറച്ച് വിഷവുമായി വന്ന് മണുങ്ങനെ നിർബന്ധിച്ചു കുടിപ്പിച്ചു. അത് കുടിച്ച ഉടനെ മണുങ്ങൻ മരിച്ചു വീണു. തന്റെ സുഹൃത്തിന്റെ വിയോഗത്തിൽ ഇണുങ്ങൻ അവിടെ നിന്ന് കുറേ നേരം കരഞ്ഞു. കൂട്ടുകാരെ, അക്ഷരം അമൃതാണ്. അത് തെറ്റിയാലോ വിഷമായി മാറും. അതുകൊണ്ട് നിങ്ങൾ ആരും അക്ഷരത്തെറ്റു വരുത്തരുതേ. തുടർന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്ന കവിത കേൾക്കാം. അവതരിപ്പിക്കുന്നത് നഫീസത്തുൽ മിസ്രിയ. ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളെ, ചേരാണ്ടൊരെഞ്ചെ കൈ തൊട്ടുപോയാലൊട്ടു ഛേദം വരുമെന്നു ചൊന്നതല്ലേ. എന്തിനെ പിന്നെ നീ എൻ്റെ മുമ്പിൽ ഈ മനോഹാരിത വച്ചു തന്നു? തേരോടിക്കാറ്റിനായേറെ ചുകന്ന പൂവാരി കൊടുക്കുന്ന വള്ളി പോലെ. എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലാമാരയിൽ കൊണ്ടുവച്ചു? നിത്യം പെരുന്ന മയിൽപ്പീലി കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെ, നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പളുങ്കുമാല. ഊരിത്തരേണ്ട പെൺ കുട്ടികൾ കാണത്രേ സാരിയും മാലയും ചേർച്ചയുള്ളോ? നീ എന്താണിങ്ങനെ
യാത്രയാവാൻ, നിൻമിഴി എൻ്റെ കലങ്ങി നിൽക്കാൻ. ഇങ്ങനെ ഇങ്ങനെ ആകിലേ നല്ലുവൻ നിന്നും കലമ്പിയോ നിന്നോടമ്മ. ഇന്നലെ തെക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ, എന്നുള്ളിൽ എന്തോടൊരീശൽ എന്തോ താനാണമ്മ വിളിച്ചതു നിന്നെ മാത്രം. ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു നമ്മളറിയാത്തൊരേറെ ആൾക്കാർ. കൺമതിലിന്മേൽ കളം നിറഞ്ഞൊരു നാളമ്പല പ്രാവുകളെന്ന പോലെ നിന്നെ വിളിച്ചു വരുത്തിയമ്മ. പിന്നാലെ വേണ്ടാതെ നാനുമെത്തി. എന്നേർക്കതിലൊരാൾ പുഞ്ചിരിക്കൊണ്ടപ്പോൾ ഒന്നിടി കാണൻ മനസ്സിൽ വന്നു. ആളൊഴിഞ്ഞന്തി വിളക്കുവച്ചു ബാലപാഠം ഞാനുരുവിടുമ്പോൾ. ആറുമകായലിലെന്തേ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം. തേങ്ങിയതാരെ ചിരിച്ചതാരെ തേടി ഞാനങ്ങോട്ടു വന്ന നേരം. ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ച കൂടാണതെന്നു തോന്നി. പോവുകയാണു നീ വേറെയെങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ. പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിലെന്തു ചെയ്യും. ഞാനിനി താനെ കുളിച്ചുകൊള്ളാം, ഞാനിനി താനെ കിടന്നുറങ്ങാം. ആവില്ലാതൊന്നുമെന്നായവയെ കൊണ്ടുപോവുകയാവും കുറച്ചു ഭേദം. നീ നട്ടു ചന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മൊട്ടിടുന്നു. ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും. ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും. അടുത്തതായി അഞ്ജല മോർഗന്റെ ഇൻസ്പൈറ്റ് ഓഫ് വാർ എന്ന പദ്യം ആസ്വദിക്കാം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ജമീൽ TP. In spite of war, in spite of death, in spite of all man's sufferings, something within me laughs and sings, and I must praise with all my breath. In spite of war, in spite of hate, lilacs are blooming at my gate, tulips are tipping down the path. In spite of war, in spite of wrath, courage the morning glory saith, rejoice the daisy murmureth. And just to live is so divine, when pansies lift their eyes to mine. And just to live is so divine, when pansies lift their eyes to mine. The clouds are romping with the sea, and flashing waves call back to me that not is real, but what is fair, that everywhere and everywhere a glory liveth through despair. Though guns may roar and cannon boom, roses are born and gardens bloom. My spirit till my light it flame with that same torch whence poppies came. Where morning's altar whitely burns, lilies may lift their silver urns. In spite of war, in spite of shame, and in my ear a whispering breath, wake from the nightmare, look and see that life is not but ecstasy. And in my ear a whispering breath, wake from the nightmare, look and see that life is not but ecstasy. In spite of war, in spite of death. ഇനി നമുക്കൊരു മനോഹരമായ ആംഗ്യപ്പാട്ട് കേട്ടാലോ? അവതരിപ്പിക്കുന്നത് നിയാകാർ TP. അങ്ങേലെ പൊക്കൻ്റെ പ്ലാവിൻ്റെ കൊമ്പത്തോരു ഊക്കൻ ചക്ക വാരിക്ക
വരിക്കച്ചക്ക നന്നായി മൂത്തു പഴുത്തതു കണ്ടപ്പോൾ നാണുക്കുട്ടനു മോഹം തോന്നി. നാണുക്കുട്ടനു മോഹം തോന്നി. ആരാരും കാണാതെ പാതിര നേരത്ത് തപ്പിപ്പിടിച്ചവൻ പ്ലാവിൽ കേറി. കമ്പക്കയർ കെട്ടി താഴ്ത്തി പിന്നെ താഴോട്ടു മെല്ലെ ഇറക്കി വച്ചു. വൈക്കോൽ തുരുമ്പിൻ്റെ മറവിൽ ചെന്ന് ചക്ക മുഴുവനും തിന്നു തീർത്തു. കുഴിമാന്തി കൂനും കുഴിച്ചു മൂടി ചിരി നക്കിക്കൊണ്ടവൻ വീട്ടിൽ പോയി. വീടിൻ്റെ കോലായിൽ എത്തിയപ്പോൾ നാണുക്കുട്ടന് ഛർദിയോട് ഛർദി. നാണൂനെ പെറ്റൊരു തള്ളയപ്പോൾ നെഞ്ചത്തടിച്ചു കരയുന്നുണ്ട്. ദൈവത്താന്മാരെ വിളിക്കുന്നുണ്ട്. പല പല നേർച്ചകൾ നേരുന്നുണ്ട്. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ പൊന്നു മോനൊന്നും വരുത്തരുതേ. ഉപ്പൂതിക്കൊടുക്കുന്നു മാതുക്കുട്ടി, ചരടൂതിക്കെട്ടുന്നു ചിരുതക്കുട്ടി. ഉപ്പൂതിക്കൊടുത്തിട്ടും ചരടൂതിക്കെട്ടിയിട്ടും വീർത്ത വയറൊട്ടും ചായുന്നില്ല. അപ്പോൾ വരുന്നതാ കൊച്ചുരാമൻ, 10ൽ പഠിക്കുന്ന കൊച്ചുരാമൻ. നാണൂനെ ചെന്നങ്ങ് നോക്കുന്നുണ്ട്, തോളത്തെടുത്തങ്ങ് പോകുന്നുണ്ട്. ഡോക്ടറെ ചെന്നങ്ങ് കാണുന്നുണ്ട്. കുഴൽ വച്ചു ഡോക്ടർ ഒന്നു നോക്കി, വലിയൊരു സൂചിയും കുത്തിവച്ചു. വീർത്ത വയറപ്പോൾ ചാഞ്ഞുപോയി. ആശ്വാസമായല്ലോ നാണുവിന്. കൂട്ടുകാരെ, ചക്കപ്പഴമായാലും പാൽപ്പായസമായാലും അധികമായാൽ അമൃതും വിഷമാണ് കേട്ടോ. മണ്ണിന്റെ മണവും ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യവും നമ്മുടെ സംസ്കാരത്തിന്റെ തനിമയും ഉൾക്കൊള്ളുന്ന ഒരു നാടൻ പാട്ട് അടുത്തതായി ആസ്വദിക്കാം. അവതരിപ്പിക്കുന്നത് അഫീൻ എൻ, നഫീസത്തുൽ മിസ്രിയ, ആരാധ്യ പി, ശ്രീദേവിക പി വി, ശ്രീലക്ഷ്മി, സൈബ റഹനാഷ്, ശ്രീവേദ, ആശായക്ത. രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി. മഴ പെയ്യുമ്പോഴേ നമുക്ക് ചെമ്പില ചൂടാലോ, ഇടിവെട്ടുമ്പോഴേ നമുക്ക് കതങ്ങ് പൊത്താലോ. മഴ പെയ്യുമ്പോഴേ നമുക്ക് ചെമ്പില ചൂടാലോ, ഇടിവെട്ടുമ്പോഴേ നമുക്ക് കതങ്ങ് പൊത്താലോ. രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ. കാറ്റടിക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി, മിന്നറിയുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി. കാറ്റടിക്കുമ്പോഴേ നമുക്ക് ചാളയെ കേറാലോ, മിന്നറിയുമ്പോഴേ നമുക്ക് കണ്ണങ്ങ് പൊത്താലോ. കാറ്റടിക്കുമ്പോഴേ നമുക്ക് ചാളയെ കേറാലോ, മിന്നറിയുമ്പോഴേ നമുക്ക് കണ്ണങ്ങ് പൊത്താലോ. രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരാരോ രേരിക്കം രേരേരോ,
എറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി, എറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി. മലവെള്ളം വന്നാൽ നമുക്ക് അരമല കേറാം, എറവെള്ളം വന്നാൽ നമുക്ക് എറമല കേറാം. മലവെള്ളം വന്നാൽ നമുക്ക് അരമല കേറാം, എറവെള്ളം വന്നാൽ നമുക്ക് എറമുള കേറാം. മലവെള്ളം വന്നാൽ നമുക്ക് അരമല കേറാം, എറവെള്ളം വന്നാൽ നമുക്ക് എറമുള കേറാം. രാരിക്കം രാരാരോ രേരിക്കം രേരേരോ, 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 രാരിക്കം രാരാരോ രേരിക്കം രേരേരോ. അടുത്തതായി ഒരു മാപ്പിളപ്പാട്ട് അവതരിപ്പിക്കുന്നത് നഫീസത്തുൽ മിസ്രിയ. രചന മോയിൻകുട്ടി വൈദ്യർ. കേറി കേമാ കോടതൻ മുകളിൽ ഹേമാ പിടിവാളസ്തമിളണവൈ കിരികിട മകുടത്തിരുമുടി നിർത്തി തലകുടവായേ ഒളബിലെ ഗിരിഹിത ഫർസൈ സൈഫു ഫരത്തി തിരുളരുബായേ ഈറക്കോപത്തോട ജനൂതിട ചാടി തോടിത്തപ്പര ക്ഷണമിൽ ഇടച്ചുമടച്ചൊടി കിടുകിട നത്തടം പൊടിയുഷർവായേ തകൃതിയിൽ ഇരുവർകളൊത്തു മുൻറജബിനൊത്തരെ മുമ്പണവായേ കേറി കേമാ കോടതൻ മുകളിൽ ഹേമാ പിടിവാളസ്തമിളണവായി കിരികിട മകുടത്തിരുമുടി നിർത്തി തലകുടവായേ ഒളബിലെ ഗിരിഹിത ഫർസൈ സൈഫു ഫരത്തി തിരുളരുബായേ കുറിച്ചേവത്തോട ഹക്കീമിലും പാടിത്തീരുച്ചോനു തുബത്തിലും കുറുക വൈക്ഷണം ഇടയതിനിപ്പഴുതുമ വിടുവീരേ യമൈ മതികുല ഉടൽ കെട്ടിടും ഭരണമെ വിട്ടിട ക്ഷണമുളർവീരേ ചീരിപ്പാടിയിട്ട് സബബിരുവരും വേഗത്താലെ പോതുടൻ റജായി ചിന്തമടക്കമിൽ പിറകെ ഇണക്കമിൽ ജഹൽ മൊഴിവായേ തബയിലെ ദുയവരും ഒത്തുടൻ അതീനിലൊപ്പരം എന്നുകവായേ കേറി കേമാ കോടതൻ മുകളിൽ ഹേമാ പിടിവാളസ്തമിളണവായി കിരികിട മകുടത്തിരുമുടി നിർത്തി തലകുടവായേ ഒളബിലെ ഗിരിഹിത ഫർസൈ സൈഫു ഫരത്തി തിരുളരുബായേ ആദിച്ചോദിത്തൂതാമത് നബി വീരത്തീരത്തോളരുടരുളായി അറബി ജനത്തിൽ കുറശി കുലത്തതിലതിമികവായേ തിഹമിഴന സബരയൊക്കെയും ഞാനിലരിവുച്ചതും എഞ്ചികമായേ നീതിക്കാരുണർ ഹാഷിമി ബനികൾ വാര പൊരുത്ത് ആണവർ ചിലരിൽ നിറമെ പെരുത്തമേ അറമയുൾ പച്ചിട തവർകള നീകൾ അടൽ തനി വെറുതെ തരിത്തിടുൽ കുലകൾ പെടുത്തിട തൊലി വിരവുകൾ കേറി കേമാ കോടതൻ മുകളിൽ ഹേമാ പിടിവാളസ്തമിളണവായി കിരികിട മകുടത്തിരുമുടി നിർത്തി തലകുടവായേ ഒളബിലെ ഗിരിഹിത ഫർസൈ സൈഫു ഫരത്തി തിരുളരുബായേ. അവസാനമായി ഒരു സംഘഗാനം കേൾക്കാം. പാടുന്നവർ അഫിൻ എൻ, നഫീസത്തുൽ മിസ്രിയ, ആരാധ്യ പി, ശ്രീദേവിക പി വി, ശ്രീലക്ഷ്മി, സൈബ റഹനാസ്, ശ്രീവേദ, ആയിഷ യക്ത. താത്തയം തകിട തിന്തിമി തകിട തിന്താരോ തകിട തൊകിട തികിട തകിട പകിട 12 താത്തയം തകിട തിന്തിമി തകിട തിന്താരോ തകിട തൊകിട തികിട തകിട പകിട 12 എന്തത്തെ ആ വാതത്തെ ആ ആ എന്തത്തെ ആ വാതത്തെ ആ ആ മുറുകാതെ മണിച്ചുണ്ട് ചുവന്നതത്തെ വടക്കീനി തിന്നെ മേലിരുന്നാട്ടെ
വടക്കുന്നു വരുന്നു നീ വയനാടൻ കാട്ടിനോ വടക്കൻ പാട്ടറിയാമോ ആതത്തെ ഈതത്തെ കിങ്ങിണി തത്തെ ഓഹോ ആതത്തെ ഈതത്തെ കിങ്ങിണി തത്തെ ഹോ ഹോ ഓഹോ ഹോ ഹോ തക തക തമത തത്തിൻ്റെ 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 തകിടദേ തരികിടദേ തരികിട തരികിട തരികിടദേ ഹോ ഹോ ഓഹോ ഹോ ഹോ തക തക തമത തത്തിൻ്റെ 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 തകിടദേ തരികിടദേ തരികിട തരികിട തരികിടദേ നാദിനം 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 നാ നാദിനം 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 നാ കുടിക്കാൻ തെങ്ങില നീരോ തത്തിൻ്റെ കൊറിക്കാൻ പൊന്മണി നല്ലോ തത്തിൻ്റെ കുടിക്കാൻ തെങ്ങില നീരോ തത്തിൻ്റെ കൊറിക്കാൻ പൊന്മണി നല്ലോ തത്തിൻ്റെ മുറുക്കാൻ തളിർവച്ചിലയോ നിനക്കു വേണ്ടു മുറുക്കാൻ തളിർവച്ചിലയോ നിനക്കു വേണ്ടു പഴയ പുത്തരി അങ്കനമാർ നെയ്തൊരു പാട്ട് പകരം വേണം ആ പകരം വേണം പഴയ പുത്തരി അങ്കനമാർ നെയ്തൊരു പാട്ട് പകരം വേണം ആ പകരം വേണം മുറുക്കാതെ മണിച്ചുണ്ട് ചുവന്ന തത്തേ വടക്കീനി തിന്നെ മേലിരുന്നാട്ടെ വടക്കുന്നു വരുന്നു നീ വയനാടൻ കാട്ടിനോ വടക്കൻ പാട്ടറിയാമോ ആതത്തെ ഈതത്തെ കിങ്ങിണി തത്തെ ഓഹോ ആതത്തെ ഈതത്തെ കിങ്ങിണി തത്തെ ഹോ ഹോ ഓഹോ ഹോ ഹോ തക തക തമൃത തത്തിൻ്റെ 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 തകിടദേ തരികിടദേ തരികിട തരികിട തരികിടദേ ഹോ ഹോ ഓഹോ ഹോ ഹോ തക തക തമൃത തത്തിൻ്റെ 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 തകിടദേ തരികിടദേ തരികിട തരികിട തരികിടദേ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഒളവണ്ണ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.